എവിടെ പോകുന്നു ഗൈസ്? We are going to Christian Temple and then the famous destination of South India, beach. one of the best. And beaches ഒരാൾ പറയേ. ഹായ് ഗൈസ്. അവര് വന്നില്ല ഗൈസ്. ചായ കുടിക്കാം. ഓ മാമ നിന്ന് ഉണ്ടാക്കിയത് കൊടുക്കുന്നു. ഇവിടെ നമ്മളെ ഹൃത്തിക് റോഷൻ വന്നിട്ടുണ്ട്. എവിടെ? ഹൃത്തിക് റോഷൻ അല്ലല്ലോ, ഷാറൂഖ് ഖാൻ. എവിടെ? ആർക്കോട് വന്നിട്ട് പറയും സുമര മേര ചായ കടക്കൻ ാണ് ഗായ്സ് ചിത്ര കഫേ. ഇവിടെ ബീച്ചിൽ വരുന്നവരെല്ലാവരും എന്തായാലും ഇവിടെ വരണം. നമുക്ക് ഇന്നൊന്നും ചായ കിട്ടില്ല. നിന്റെ അഭിപ്രായം ഈ കഫേനെ പറ്റി? നല്ലൊരു കഫേ. നിന്റെ അഭിപ്രായം എന്താ വീണ? അതെ. എന്താ ബക്കറ്റിലെന്തോ? എനിക്ക് ചായ വേണ്ട. അത് നീ കാണുന്നില്ലേ ഓരോന്ന്? ഇത് നമ്മള് ഫ്രീ പ്രൊമോഷനാണ്. ചിത്ര കഫേ പറക്കൂ. ചിത്ര കഫേയിൽ എല്ലാരും വന്ന് ചായ കുടിക്കേണ്ടതാണ്. വാവ് ഗൈസ്, ലുക്ക് അറ്റ് ദി സ്കൈ. ചായ സീനാണ് ഗൈസ്. ഇവിടെ എല്ലാരും വരണം. നേരത്തെ ഷാജിർക്ക് ഒരു കാര്യം പറഞ്ഞു, നമ്മളാരും സമ്മതിച്ചില്ല. എന്താണ് ഏട്ടാ? ഞാൻ പറഞ്ഞു ഇവിടത്തെ ഈ തിരുച്ചെന്തൂർ ഈ സൈഡിൽ കടലില് അസ്തമയം കാണാൻ വെക്കൂല, ഉദയമാണ് കാണാൻ പറ്റുള്ളൂ. അസ്തമയം നമ്മളെ നേരെ ഓപ്പോസിറ്റ് കേരള സൈഡിലേ കാണാൻ വെക്കുള്ളൂ. അപ്പോൾ ഇവരാരും വിശ്വസിച്ചില്ല. ഇപ്പൊ കണ്ട ഓപ്പോസിറ്റ്. കാരണം നമുക്ക് കേരളത്തിൽ ഉദയം ഇല്ല, അസ്തമയം മാത്രമേ ഉള്ളൂ. ഇവിടെ രണ്ടും കാണണമെങ്കിൽ കന്യാകുമാരിയിൽ വരണം. നമ്മള് ഫ്രീക്കില്ല. ഞാൻ വന്നിട്ടില്ലല്ലോ ഇവിടെ. അയ്യോ അയ്യോ, ഇവിടെ കുറെ കടകളുണ്ട് ഗൈസ്. കുറെ മാമിമാരും മാമന്മാരും ഉണ്ട്, പോലീസുണ്ട്, എല്ലാരും ഉണ്ട്. ടാറ്റു കടകളുണ്ട്. നമ്മളിതാ കട എന്താണ്? അങ്ങോട്ടാണ് ബീച്ച്. ബീച്ച് അങ്ങോട്ടാണ്. അല്ല ബീച്ചാണ്, ചെരുപ്പിട്ടുകൊണ്ട് കയറിക്കൂടാണ്. ബീച്ച് അങ്ങോട്ടാണ്. അല്ല ചെരുപ്പിട്ട് നമുക്ക് പോവാം. കോവിൽ അങ്ങോട്ടാണ്. അവിടെയാണ് ക്ഷേത്രം. ഇവിടെ ഇങ്ങനെ ഒരുപാട് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. മുനിതൊക്കെ എന്താണ് പറയാനുള്ളത്? ഇത് വളരെ നല്ലൊരു ഇതാണ്. ഓക്കെ. അപ്പം ഇതിനെ കുറിച്ച് ആധികാരികമായിട്ട് പറയണമെങ്കിൽ ഇതൊരു എവിടെ മയിലിനെ കണ്ടോ? അണ്ണാച്ചി മുട്ടുപാണ്ടി അതിലേ നിന്ന് അണ്ണാച്ചി നിറച്ച് മയില്. ബ്രൈറ്റ്നസ് കുറയ്ക്കണ്ട. പോയി അങ്ങോട്ട് പോയി. ഇവിടെ പറഞ്ഞിരുന്നല്ലോ ഇവിടെ ഉണ്ടെന്നോ. ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ ഭയങ്കര ഇടിയും തള്ളും ആണ്. വീണ്ടും കുറെ കടയൊക്കെ ഉള്ള സ്ഥലത്തെത്തി. കൊള്ളാം കേട്ടോ ഇവിടുത്തെ വ്യൂവും മൊത്തത്തില്. കൊള്ളാം അല്ലേ? എനിക്ക് ഈ ബിൽഡിങ്സ് ഇഷ്ടപ്പെട്ടു. ഇപ്പൊ ഉണ്ടാക്കിയാണ്ട് എന്തുകൊണ്ടാ ഞാൻ പറഞ്ഞു കേട്ടാ. തിരിച്ച് വരണത് വഴിയാണോ?
നമ്മൾ കടല് കണ്ടു. കാവടി എടുത്ത് പോകുന്നവരൊക്കെ ഉണ്ട്. ഇവിടെ നിന്ന് കാണാൻ നല്ല രസമുണ്ട് ഗൈസ്. വീടുകളെ കാണാൻ കാണും നല്ല ഭംഗിയുണ്ട്. നല്ല രസമുണ്ടല്ലേ. ഹായ് പറയൂ ഗൈസ്. ആരും എന്നെ മൈൻഡ് ചെയ്തില്ല. BGM ഇടണോ ഇതിന്? കളക്ഷൻ പോരാ, കളക്ഷൻ ഗോഡ്. ഇവിടെയൊക്കെ ബീച്ചായിരുന്നു. ഇവിടെ കല്ലൊക്കെ ഇട്ട് ഇങ്ങനെ ആക്കി വെച്ചിരിക്കുന്നു. ഗൈസ് ഈ വ്യൂ നല്ല രസം. അതോ അവിടെയാണ് എല്ലാവരും ഇറങ്ങുന്നത്. നോക്കടാ ഇത് ഫുള്ളല്ലേ. ഇവിടെ കുറെ കടയുണ്ട്, ബീച്ചുണ്ട്, പോലീസുകാരുണ്ട്. അയ്യോ ഗോവ ബീച്ചിലാണ്. നല്ല തിരക്കാണ് ഇവിടെ. ഇവിടെ എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് കൊച്ചു പിള്ളേരെ ആവശ്യമില്ലെങ്കിൽ ഇവിടെ കൊണ്ടുവിട്ടാൽ മതി. വീട്ടില് കൊണ്ട് കളയാൻ വല്ല ഉദ്ദേശം, വീട്ടില് വല്ല കളയാൻ വല്ല ഉദ്ദേശം ഉണ്ടെങ്കിൽ കണ്ട അവര് ഇവിടെ വന്ന് ജീവിക്കാണ്. കടലിന്റെ മക്കളാണ് അവര്. കടലിന്റെ മക്കളാ. ഇനി തിരുവനന്തപുരത്തുള്ള ആൾക്കാരോട് പറയുകയാണ്, അങ്ങോട്ട് കാണിക്കും. ഇതാണ് നമ്മുടെ ബംഗാൾ ഉൾക്കടൽ. ഓക്കെ, ഇത് നമ്മുടെ കേരളത്തിന്റെ സൈഡിലുള്ളത് അറബിക്കടലാണ്. ബംഗാൾ ഉൾക്കടൽ നമുക്ക് കാണാൻ പറ്റാത്ത ഒരു സംഭവമാണ്. ഓക്കെ, ഈ കടലിൽ നിന്ന് പറഞ്ഞ കാറ്റാണ് തമിഴ്നാട്ടിൽ ചൂട് കൂടാൻ കാരണം. പക്ഷെ നമുക്ക് അങ്ങനെ ഇല്ലാത്തതുകൊണ്ടാണ്, അറബിക്കടലിൽ നിന്ന് ചൂട് കാറ്റില്ലാത്തതുകൊണ്ടാണ് നമുക്ക് നല്ല കാലാവസ്ഥ കിട്ടുന്നത്. പക്ഷെ നമ്മുടെ വെച്ച് നോക്കുമ്പോൾ നല്ല വൃത്തിയുള്ള നീലക്കടൽ അല്ലെങ്കിൽ അവിടെ ഒരു പോർട്ടാണ്. ഓ അങ്ങനെയുണ്ട്, പോർട്ടാണ് തോന്നിട്ട്. പക്ഷെ ഇവിടെ മത്സ്യത്തൊഴിലാളികളൊന്നും കാണില്ല. നമ്മളവിടെയൊക്കെ എവിടെ ചെന്ന് ആക്കിയാലും വള്ളങ്ങളാണ്. അല്ലേ? നല്ല വ്യൂ ഉണ്ട്. അന്ന് ഞാൻ വന്നപ്പോൾ ഇത്ര തിരക്കില്ലായിരുന്നു ലാസ്റ്റ് വന്നപ്പോൾ. അപ്പോൾ ലെസ് എൻജോയ് ദ പാർട്ടി. ഞാൻ വെള്ളത്തിൽ ഇറങ്ങണം. എന്താ ബീച്ചിലൊക്കെ വന്ന് ഭയങ്കര ഹാപ്പി ആയിട്ട് നിൽക്കുകയാണ്. ഫോട്ടോഗ്രാഫർ നിന്നോ നമ്മൾ ഏത് കടല്? തിരുച്ചെന്തൂരിലെ കടലിൽ വന്നിട്ടുണ്ട്. നല്ല തിരക്കാണ്. എൻജോയ്. വീണ ഞാൻ കടല് കാണിച്ചു. അതെ, ആദ്യമായി വീണ കടല് കണ്ടു ഗൈസ്. ആദ്യമായിട്ടാണ് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഈ കുട്ടി കടല് കാണുന്നത്. അതെ, ഞാനും ഈ കടൽ ആദ്യമായിട്ടാണ് കാണുന്നത്. ആൻഡ് താങ്ക്സ് ഫോർ ഷജീർ ഇക്ക. ഇത് ആരാ? നമ്മളിതാ ഇവിടെ നിന്ന് പോവുകയാണ്. നമുക്ക് വീട്ടിൽ പോകാൻ സമയമായി. സോ വി ആർ ലിവിങ് ഗൈസ്. നൈറ്റ് സ്കൈ ഒക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. വീണ, എന്താണ് നിന്റെ അഭിപ്രായം? അടിപൊളിയാണ്, എല്ലാവരും വരണം. നമ്മൾ ഒരു വട്ടമെങ്കിലും വരണം അല്ലേ? ഷജീർക്ക എന്താണ് അഭിപ്രായം ഇവിടത്തിനെ പറ്റി? ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഹിസ്റ്റോറിക്കൽ പ്ലേസ് ആണ്. നമ്മളിതാ തിരിച്ചു പോവുകയാണ്. കൊള്ളാം ഗൈസ്, എല്ലാരും വരണം. ഗൈസ്, എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി.
നല്ലൊരു ഇതായിരുന്നു, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതെ. ജസ്റ്റ് നമ്മൾ ചില്ല് ചെയ്തു, സൂര്യനെ കണ്ടു, സൂര്യയുടെ റീല് ചെയ്തു, വൈറലായി. പിന്നെ കടല് കണ്ടു, കടല കണ്ടു, കടയിലെ കടല കണ്ടു, പിന്നെ ചിങ്ങിനി കണ്ട്. അടുത്ത് ഷജീർക്ക് പറയൂ, എങ്ങനെ ഉണ്ടായിരുന്നു? It was a fantastic experience. I don't know. My players. I don't know. The boost is the secret of my. ഞാൻ ഇത് രണ്ടാമത്തെ പ്രാവശ്യം ഇവിടെ ഇരുന്നാല് മൂന്നാമത്തെ പ്രാവശ്യം. Okay, but this time we enjoyed a lot. And my Michael and my Michael Sal Kudaras are with me. Okay, now I am going back to our home. Let's meet again. Bye. Okay, next. എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ അതൊരു വല്ലാത്ത അനുഭവമാണ്. മസനഗുഡി വഴി തിരുച്ചെന്തൂരിൽ എത്തിയ ഒരു ഫീലാണ് നമ്മൾ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. ഇന്നത്തെ ദിവസം പക്ഷെ മയിലൊക്കെ കുറഞ്ഞു കേട്ടോ. ഇവിടുത്തെ മയിലൊക്കെ എനിക്ക് തോന്നുന്നു വേട്ടക്കാരൊക്കെ പിടിച്ച് എണ്ണ പിഴിഞ്ഞെടുക്കണം എന്നാണ് തോന്നുന്നത്. മയിലെണ്ണ. അതെ, മയിലൊക്കെ കുറഞ്ഞു. പണ്ടത്തെ കാട്ടി മയിലൊന്നും കാണാനില്ല. അതെ, ഈ കോടിയെ പോലെ കിടന്നാണ് മയില്. അതെ. ഇനി ഇവിടെ വരുമോ അഖിൽരാജ്? ഈ വരെ വെയില് എനിക്ക് വെയിലുള്ള. ഓക്കെ ഓക്കെ, അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്. Guys, we are going. Hi, Mama.